ഹലോ, നമുക്ക് മൊബൈൽ ഫോണിൽ എങ്ങനെ അത്യാവശ്യം നന്നായിട്ട് റെക്കോർഡ് ചെയ്യാം എന്ന് പഠിച്ചാലോ? നമുക്കൊരു പ്രൊഫഷണൽ മൈക്ക് മേടിക്കുന്നതിനൊക്കെ മുൻപ് ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യണമെങ്കിലൊക്കെ അത്യാവശ്യം മൊബൈലിൽ റെക്കോർഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ തിരക്കേടില്ലാതെ മൊബൈലിൽ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം. നമ്മൾ റെക്കോർഡിംഗ് ടെക്നിക്സ് എന്ന ടോപ്പിക്ക് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു, മൈക്കിൽ നിന്ന് ഒരു 6-7 ഇഞ്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പാഭായൊക്കെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ കാറ്റുകൊണ്ടുണ്ടാവുന്ന ഡിസ്റ്റർബൻസ് മാറിക്കിട്ടും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മറ്റൊരു രീതിയാണ്. 6-7 ഇഞ്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, പക്ഷെ നമ്മുടെ മൊബൈൽ ഫോൺ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യരുത്. നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ മൈക്ക് പൊതുവെ താഴെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളിൽ മുകളിൽ മൈക്ക് വരാറുണ്ട്. അത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൈക്കൊക്കെ പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ വോയിസ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ മൈക്കായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോൺ പിടിച്ച് ഇവിടെ ആണല്ലോ മൈക്ക്, അപ്പോൾ നമ്മൾ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യും ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം നമ്മൾ വിചാരിക്കും. പക്ഷെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യരുത്. നമുക്ക് ഓഫ് ആക്സിസ് റെക്കോർഡിംഗ് ആണ് മൊബൈൽ ഫോണിൽ ആപ്ലിക്കബിൾ. അതായത് ഫോൺ ഇങ്ങനെ മുഖത്തോട് നേരെ പിടിച്ച് റെക്കോർഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇത് ആക്ച്വലി ഓഫ് ആക്സിസ് ആണ്. നമ്മളിവിടെ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്താൽ ഇത് ഓഫ് ആക്സിസ് ആണ്. അതായത് ഈ മൈക്ക് ഇതിപ്പോൾ ഒരു കാർഡിയോയിഡ് മൈക്കാണ്. കാർഡിയോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മാത്രമാണ് നമ്മുടെ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നത്. ഇത്രയും ഭാഗം ഈ മൈക്കിൻ്റെ 0 ആയിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഓഫ് ആക്സിസ് ആണ്. ഇവിടെ നിന്ന് സൗണ്ട് ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവ് ഇതുപോലുള്ള മൈക്കുകൾക്കില്ല. പക്ഷേ അപ്പുറത്തെ ഭാഗവും ഈ സൈഡും ക്യാപ്ചർ ചെയ്യുന്ന മൈക്രോഫോണുകളുണ്ട്. അതുപോലെ ഈ എല്ലാ സൈഡുകളും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മൈക്രോഫോണുകളും ഉണ്ട്. നമ്മൾ സ്റ്റുഡിയോയിൽ കൂടുതലും ആർട്ടിസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് കാർഡിയോയിഡ് മൈക്രോഫോണിലായിരിക്കും. അല്ലെങ്കിൽ ചില മൈക്കിൽ നമുക്ക് കാർഡിയോയിഡും ഫിഗർ ഓഫ് 8ഉം യൂസ് ചെയ്യാറുണ്ട്. ഈ ഫിഗർ ഓഫ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗവും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന, അതിന് ചില ടേംസ് ഉണ്ട്. അതൊന്നും വലിയ കാര്യമല്ല. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഈ മൈക്കിന് ഈ ഭാഗം മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്താൽ ഇത് ഓഫ് ആക്സിസ് ആണ്. നമുക്ക് നമ്മളുടെ ശബ്ദം കറക്റ്റായിട്ട് സൗണ്ട് ക്യാപ്ചർ ചെയ്യത്തില്ല. അപ്പോഴാണ് അത് ഓഫ് ആക്സിസ് ആവുന്നത്. ഫോണിൽ 360ലാണ് സൗണ്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഓഫ് ആക്സിസിൽ റെക്കോർഡ് ചെയ്താൽ നമുക്ക് ചില അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാറ്റുകൊണ്ടുണ്ടാവുന്ന ഡിസ്റ്റർബൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ മൊബൈൽ ഫോണിൽ നമുക്ക് ഓഫ് ആക്സിസ് റെക്കോർഡിംഗ് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ റെക്കോർഡിംഗ് ടെക്നിക്സിൽ പഠിച്ചതുപോലെ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. റൂം റിവൈബ്രേഷൻ കട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളന്ന് പഠിച്ചില്ലേ, റൂം റിഫ്ലക്ഷൻസ്. നമ്മൾ സംസാരിക്കുന്നത് ചുവരുകളിൽ തട്ടി കേൾക്കുന്ന ആ ഒരു സൗണ്ടിന്റെ റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള റൂമിലിരുന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അത് ഒരുപാട് തുണികളുള്ള, ഒരുപാട് സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ചുവരില് ബെഡ്ഷീറ്റ് പോലുള്ള കട്ടിയുള്ള തുണികൾ തൂക്കിയിട്ടിട്ടുള്ള റൂമിലിരുന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് തുണികൾ നീളത്തിൽ തൂക്കിയിട്ടിട്ടുള്ള അലമാരയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതും അല്ലാതെ നമുക്കൊരു ചെറിയ ട്രിക്ക് കൂടെ ഉണ്ട്. നമുക്ക് ഇതുപോലുള്ള പില്ലോസ് എടുത്ത് തലയണ വെച്ചിട്ട് ഇങ്ങനെ നേരെ വെച്ച് ഫോൺ ഇങ്ങനെ നടുക്ക് വെച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതായത് ഞാനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പം ഫ്രണ്ടിൽ തലയണ ചാറ്റി വെച്ച് നടുക്ക് ഫോൺ വെച്ച് നമുക്കിങ്ങനെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് റിഫ്ലക്ഷൻസ് കുറയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾ ആരെങ്കിലും ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ, വയേർഡ് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നവരില്ലേ, എൻ്റെ അതിപ്പോൾ കയ്യിലില്ല, മൈക്ക് ഇങ്ങനെ ചുണ്ടിനോട് അടുപ്പിച്ച് റെക്കോർഡ് ചെയ്യുന്നവരില്ലേ, അതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള രീതിയാണ്. മാത്രമല്ല ഹെഡ്സെറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിൽ ഇങ്ങനെ ആ മൈക്ക് കിടന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമില്ലേ, അത് ഒഴിവാക്കി നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് ഒരുപാട് വായിക്കുന്ന സമയത്ത് 1-2 റിപ്പീറ്റേഷൻസ് ഒക്കെ വരത്തില്ലേ, അത് നമുക്ക് ഈ വോയിസ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഭാഗം മാത്രം ട്രിം ചെയ്തൊക്കെ കളയാൻ പറ്റും. പക്ഷെ ഒരുപാട് റിപ്പീറ്റേഷൻസ് ആവുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളുടെ എഡിറ്റ് ചെയ്ത് കളയാനായിട്ട് ആ തെറ്റിപ്പോയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓഡിയോ എഡിറ്റിംഗ് ആപ്പ് ആവശ്യമുണ്ട്. നമുക്ക് ഗൂഗിൾ സ്റ്റോറിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. പക്ഷേ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും എല്ലാം പേയ്മെൻ്റ് ഉള്ളതായിരിക്കും, പെയ്ഡ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷെ അവർ ഫ്രീ ട്രയൽസ് തരാറുണ്ട്. ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. പിന്നെ ലെക്സിസ് ഓഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട്, ലെക്സിസ് ഓഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് വലിയ തിരക്കേടില്ല എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ ആണെങ്കിൽ കൂടിയും അത് പേയ്മെൻ്റ് ഒക്കെ കാണും. പക്ഷേ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിനകത്ത് പറ്റും. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരണമെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസിലും എല്ലാ സൈറ്റുകളിലും പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒന്ന് ക്രോമിൽ സെർച്ച് ചെയ്ത് ഒന്ന് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോണിൽ തന്നെ നന്നായിട്ട് റെക്കോർഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കത്തില്ലേ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്? നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് എനിക്ക് വോയിസസ് ഒക്കെ അയക്കും. ഞാനിവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. ബൈ ബൈ. Happy birthday to me. I'm grateful for all the opportunities I have had to grow and develop this year. I'm grateful for every door that was closed because it was not the right path for me. I'm going to carve time out of all the business this coming year and quiet my mind. I'm going to reflect on who I am and who I want to become. I will discover me.